അത് ജനങ്ങളുടെ ജീവിതത്തെ വരെ ബാധിച്ചിരിക്കുന്നു. ഒരു നാടിൻ്റെ ഘടനയിൽ അതിൻ്റെ നട്ടെല്ല് എന്ന് പറയുന്നത് നാടിൻ്റെ സമ്പദ്ഘടനയാണ്. ഞാൻ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, കേരളത്തിൻ്റെ നട്ടെല്ല് തകർന്നു കിടക്കുകയാണ്. കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. അടുത്ത മാസം ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അധികാരത്തോട് സലാം പറയും, ഒരു സംശയവും വേണ്ട. പക്ഷേ പോകുന്ന പോക്കിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കേരളത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് അവർ പോകുന്നത്. കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് കേരളത്തെ ചവിട്ടി താഴ്ത്തിയിരിക്കുന്നു. ഇത് സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരികയാണ്. നിങ്ങൾ ഇന്ത്യയിൽ ഇന്ന് കഴിഞ്ഞ 12 മാസക്കാലമായി ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള 1ാമത്തെ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. മാർക്കറ്റിൽ ഇടപെടാൻ കഴിയുന്നില്ല. മാർക്കറ്റിൽ ഇടപെടേണ്ട സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ്. ആശുപത്രിയിൽ പോയാൽ മരുന്നില്ല, മരുന്ന് പുറത്തേക്ക് എഴുതി കൊടുക്കുന്നു. കാരണം മരുന്ന് സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്.